ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Galaxy made of ABS material. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ക്രമസമാധാന പാലനത്തിനൊപ്പം സാമൂഹ്യ സേവന രംഗങ്ങളിൽ ഇടപെട്ട് മാതൃകയാവുകയാണ് കോഴിക്കോട്ടെ പോലീസ് സേനാംഗങ്ങൾ. ഓഫീസർമാരും സേനാംഗങ്ങളും ചേർന്ന് മനസ്സിന്റെ താളം നഷ്ടമായവർക്ക് പൂന്തോട്ടവും ദൃശ്യാനുഭവവും യാഥാർത്ഥ്യമാക്കുകയാണ്. ഇതേക്കുറിച്ചുള്ള വാർത്ത കാണാം പ്രധാന വാർത്തകൾക്കു ശേഷം. ഗുരുവായൂരപ്പൻ കോളേജ് അധ്യാപികയുടെ വീടിന് നേരെ നടന്ന അക്രമി സംഘത്തെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് SFI മാർച്ച്. എക്കാലവും മാതൃകയാവുന്ന പ്രവർത്തനങ്ങളാണ് മദർ തെരേസ കാഴ്ചവെച്ചതെന്ന് മന്ത്രി ആര്യാടൻ മുഹമ്മദ്. സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്നും പുറന്തള്ളപ്പെട്ടവർക്ക് മാനസിക ഉല്ലാസ ഉപാധികളുമായി പോലീസ് സേനാംഗങ്ങൾ. വാർത്തകൾ വിശദമായി. ഗുരുവായൂരപ്പൻ കോളേജ് സുവോളജി വിഭാഗം മേധാവിയുടെ വീട് ആക്രമിച്ചവർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് SFI മാർച്ചും ധർണയും നടത്തി. SFI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കിരൺ രാജ് ധർണ ഉദ്ഘാടനം ചെയ്തു. സാമൂതിരി ഗുരുവായൂരപ്പൻ കോളേജ് സുവോളജി വിഭാഗം മേധാവി ഡോക്ടർ M മാധവിക്കുട്ടിയുടെ വീട് ആക്രമിച്ചവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് SFI സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. ഓഫീസ് പരിസരത്ത് പോലീസ് മാർച്ച് തടഞ്ഞു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കിരൺ രാജ് ധർണ ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂരപ്പൻ കോളേജിൽ ABVP പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടക്കുന്നത് ഗുണ്ടാവിളയാട്ടമാണെന്നും ഇവർക്കെതിരെ നടപടിയെടുക്കാൻ ജില്ലാ ഭരണകൂടവും പോലീസും മടിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. സ്വതന്ത്രമായി അവിടെ പഠിക്കാനും സംഘടനാ പ്രവർത്തനം നടത്താനും സമ്മതിക്കാത്ത രൂപത്തിലേക്ക് മൃഗീയമായ തുടരാക്രമണ പരമ്പരകൾക്കാണ് അവിടെ ABVP അതുപോലെ തന്നെ അവരെ സഹായിക്കുന്ന RSSും ആ കോളേജിനകത്തും കോളേജിന്റെ പരിസരത്തും അത്തരത്തിലുള്ള ഏർപ്പാടാണ് നടത്തിയിട്ടുള്ളത്. SFI ജില്ലാ സെക്രട്ടറി MK നികേഷ്, SFI ജില്ലാ ജോയിന്റ് സെക്രട്ടറി K അശ്വന്ത് എന്നിവർ സംസാരിച്ചു. എക്കാലവും മാതൃകയാവുന്ന പ്രവർത്തനങ്ങളാണ് മദർ തെരേസയും അപ്പു നെടുങ്ങാടിയും കാഴ്ചവെച്ചതെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി ആര്യാടൻ മുഹമ്മദ്. റാവു ബഹദൂർ അപ്പു നെടുങ്ങാടി അനുസ്മരണവും മദർ തെരേസ അനുസ്മരണവും കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള ജനസമ്പർക്ക വേദി സ്റ്റേറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റാവു ബഹദൂർ അപ്പു നെടുങ്ങാടി അനുസ്മരണവും മദർ തെരേസ അനുസ്മരണവും കോഴിക്കോട് അളകാപുരി ഓഡിറ്റോറിയത്തിൽ നടന്നു. വൈദ്യുതി വകുപ്പ് മന്ത്രി ആര്യാടൻ മുഹമ്മദ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ലോകത്തിന് എക്കാലവും മാതൃകയാവുന്ന പ്രവർത്തനങ്ങളാണ് മദർ തെരേസയുടേതെന്ന് ആര്യാടൻ മുഹമ്മദ് പറഞ്ഞു. കല്ലായിലെ മരവ്യവസായത്തിന് അപ്പു നെടുങ്ങാടി നൽകിയ സംഭാവന അവിസ്മരണീയമാണെന്നും അദ്ദേഹം പറഞ്ഞു. എവിടെയെല്ലാം യാതനകളുണ്ടോ അവിടെയെല്ലാം ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും അവരോടി എത്തുക പതിവായി. എന്ന് മാത്രമല്ല, ഇത്രയും വലിയ ഒരു സാമൂഹ്യ പ്രവർത്തക, ലോകത്ത് തന്നെ ഏറ്റവും വിലമതിക്കപ്പെടുന്ന സാമൂഹ്യ പ്രവർത്തനമാണ് അവരുടെ ജീവിതകാലം മുഴുവൻ അവർ നിർവഹിച്ചത്. നമ്മൾ ആരും കാണാത്ത പല വേദികളിലും അവർ പ്രത്യക്ഷപ്പെടും. മികച്ച സാമൂഹ്യ പ്രവർത്തകർക്കുള്ള മദർ തെരേസ പുരസ്കാരം, മദർ തെരേസ ജനസേവാ പുരസ്കാരം P അനിൽ ബാബുവും, മദർ തെരേസ വ്യവസായ രത്ന പുരസ്കാരം അനാറത്ത് മുഹമ്മദ് ഹാജിയും, കർമ്മശ്രേഷ്ഠ പുരസ്കാരം V കുഞ്ഞിക്കണ്ണനും ഏറ്റുവാങ്ങി. ഇവർക്ക് 10,001 രൂപയുടെ ക്യാഷ് അവാർഡും നൽകി.
മികച്ച ബാങ്ക് ജീവനക്കാർക്കുള്ള റാവു ബഹദൂർ അപ്പു നെടുങ്ങാടി പ്രഥമ പുരസ്കാരവും ക്യാഷ് അവാർഡും പി.കെ. ലക്ഷ്മിദാസും കെ. രാജീവനും ഏറ്റുവാങ്ങി. കേരള ജനസമ്പർക്ക വേദി ട്രഷറർ കെ. കണ്ണൻകുട്ടി അധ്യക്ഷം വഹിച്ചു. DCC പ്രസിഡന്റ് കെ.സി. അബു, കെ. നാരായണൻ, മനയത്ത് ചന്ദ്രൻ, കെ. മൊയ്തീൻ കോയ, കെ.എഫ്. ജോർജ്, ജോൺ പുതുക്കുഴി, N.P. ബാബുരാജ്, C. വീരാൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്നും പുറന്തള്ളപ്പെട്ടവർക്ക് മാനസിക ഉല്ലാസം മുൻനിർത്തി കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെയും കേരള പോലീസ് അസോസിയേഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ 5, 8, 9 വാർഡുകളിലേക്കായി 3 LED ടെലിവിഷൻ സെറ്റുകളും കട്ടിലും നൽകി. ജില്ലാ മാനസികാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ ഇ. മുകുന്ദൻ, ജില്ലാ പോലീസ് മേധാവി A.V. ജോർജിൽ നിന്നും ഉപഹാരങ്ങൾ ഏറ്റുവാങ്ങി. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെയും കേരള പോലീസ് അസോസിയേഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ 5, 8, 9 വാർഡുകളിലേക്കായി 3 LED ടെലിവിഷൻ സെറ്റുകളും കട്ടിലുകളും സൗജന്യമായി നൽകി. ജില്ലാ മാനസികാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ ഇ. മുകുന്ദൻ, ജില്ലാ പോലീസ് മേധാവി A.V. ജോർജിൽ നിന്നും ഉപഹാരം ഏറ്റുവാങ്ങി. സമൂഹത്തിൽ മറ്റുള്ളവരിൽ നിന്നും ഏറ്റവും കൂടുതൽ ഒറ്റപ്പെട്ടു കഴിയുന്നവരാണ് മാനസിക രോഗികൾ. അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും നല്ല കാര്യം നമുക്ക് ചെയ്യാൻ സാധിച്ചാൽ അത് ഏറ്റവും വലിയ സഹായകമാണെന്ന് കമ്മീഷണർ A.V. ജോർജ് പറഞ്ഞു. അതിന് മോശമായ അന്തരീക്ഷത്തോടെ സ്വാഭാവികമായിട്ട് മോശമായിട്ട് നമുക്ക് തോന്നിയതാണെങ്കിൽ ആവശ്യക്കാരുടെ ചിന്ത നമ്മൾ മനസ്സിലാവുന്നു. അങ്ങനെ വരുന്ന ആൾക്കാർക്ക് കാണുവാനും മാനസിക ഉല്ലാസത്തിൽ ഹോസ്പിറ്റൽ അന്തരീക്ഷം. ആശുപത്രിയിൽ മാനസിക രോഗികൾക്കായി ഒരു നല്ല പൂന്തോട്ടവും പോലീസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ചു നൽകുന്നുണ്ട്. കുടുംബാംഗങ്ങളാൽ ഉപേക്ഷിക്കപ്പെട്ടവരും രോഗവിമുക്തി നേടിയവരുമടക്കം 600-ൽ അധികം ആളുകൾ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ അന്തേവാസികളായുണ്ട്. ഇവർക്കും ഇവരുടെ കൂട്ടിരിപ്പുകാർക്കും ഏറെ സഹായകമാകുന്ന ഒരു പദ്ധതിയാണ് പോലീസ് സംഘടന നടപ്പിലാക്കുന്നത്. 3 വാർഡുകളിലേക്കുള്ള കേബിൾ TV കണക്ഷനുകളും സൗജന്യമായി നൽകുന്നത് KCL കമ്മ്യൂണിക്കേഷൻസ് ആണ്. ചടങ്ങിൽ KPA ജില്ലാ പ്രസിഡന്റ് C. വിനായകൻ അധ്യക്ഷനായി. കാലിക്കറ്റ് പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ, ജോസി ചെറിയാൻ, PT ശശിധരൻ, ഡോക്ടർ അബ്ബാസ്, മുഹമ്മദ് അബ്ദുറഹ്മാൻ എന്നിവർ സംസാരിച്ചു. ജൈവവളത്തിൽ കപ്പ കൃഷി ചെയ്ത് മാതൃകയാവുകയാണ് കോഴിക്കോട് കായണ്ണ സ്വദേശി കരുണാകരൻ മാസ്റ്റർ. വിളവെടുപ്പ് കഴിയുമ്പോൾ നഷ്ടത്തിന്റെ കണക്കു പറയുന്ന കർഷകർക്ക് ഒരു അപവാദമാണ് ഈ കർഷകൻ. കാരണം മികച്ച വിളവിന് മികവുറ്റ ലാഭം ലഭിക്കുന്നതായി റിട്ടയർഡ് അധ്യാപകൻ കൂടിയായ ഇദ്ദേഹം പറയുന്നു. പാർട്ടി പ്രവർത്തനത്തിന്റെ ചൂടിലും കൃഷിയിൽ ശ്രദ്ധ പതിപ്പിക്കാൻ കരുണാകരൻ മാസ്റ്റർക്ക് യാതൊരു വിഷമവുമില്ല. 2 ഏക്കർ ഭൂമിയിലാണ് ഇത്തവണ അദ്ദേഹം മരച്ചീനി കൃഷി ചെയ്യുന്നത്. കായണ്ണ ഗ്രാമപഞ്ചായത്തിന്റെ കാർഷിക ഉപദേശക സമിതിയിലും പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആത്മാ പദ്ധതിയിലും സജീവ സാന്നിധ്യമായ കരുണാകരൻ മാസ്റ്റർ M4 ഇനത്തിൽപ്പെട്ട മരച്ചീനിയാണ് കൃഷി ചെയ്യുന്നത്. കപ്പ കൃഷിയുടെ വളർച്ചയുടെ ആദ്യഘട്ടത്തിൽ ചാരവും ജൈവവളവുമാണ് പിന്നീട് വിളവെടുപ്പ് വരെ ചെയ്യുന്നത്. സാധാരണ ചെയ്യുന്ന മാതിരിയുള്ള ഇംഗ്ലീഷ് രാസവളങ്ങൾ ഉപയോഗിക്കാറില്ല. അധികവും വെണ്ണീരും പിന്നെ മറ്റു സാധനങ്ങളാണ് ഉപയോഗിക്കുക. അതുകൊണ്ട് മോശമല്ലാത്തൊരു വിളവെടുപ്പ് ഉണ്ടാവാറുണ്ട്. അവസാനം ഇത് മൂത്ത് കഴിഞ്ഞാൽ മൊത്തം വിൽപ്പന നടത്തുകയാണ് ചെയ്യാറ് സാധാരണ. പിന്നെ ഇത് കാഞ്ഞ ബസാറിൽ ഈ പൂള എത്തിക്കഴിഞ്ഞാൽ മാഷ പൂള വന്നോന്ന് ചോദിച്ചിട്ട് ആളുകൾ പ്രത്യേകം വന്ന് വാങ്ങിക്കൊണ്ടുവന്നൊരു സ്ഥിതിയാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കൃഷി തുടർന്ന് നടത്താൻ വേണ്ടി വലിയ ആവേശം ഉണ്ടാക്കാറുണ്ട്. കൃഷി ചെയ്യുന്ന ഭൂമിയിലെ നീർച്ചാലുകളിൽ നിന്ന് വെള്ളമെടുത്ത് നനയ്ക്കുന്ന പതിവുമുണ്ട്. മരച്ചീനി കൃഷിക്കൊപ്പം കവുങ്ങ്, തെങ്ങ്, വാഴ എന്നിവയും ഇടവിളയായി പച്ചക്കറിയും കൃഷി ചെയ്യുന്നു. വിളവെടുപ്പ് കഴിയുമ്പോൾ നഷ്ടത്തിൽ കലാശിച്ച കണക്കാണ് മിക്ക കർഷകരും പറയാറുള്ളതെങ്കിലും കൃഷിയിൽ പ്രതിവർഷം ലാഭമുണ്ടാവുമെന്ന കണക്കാണ് നരയംകുളം AEP സ്കൂളിൽ നിന്ന് വിരമിച്ച കരുണാകരൻ മാസ്റ്റർക്ക് പറയാനുള്ളത്. അങ്ങനെ പിന്നെ മോശമല്ലാത്തൊരു ലാഭം ഇതിൽ കിട്ടാറുണ്ട്. ഇപ്പം കഴിഞ്ഞ പോലെ കണക്ക് പറയുകയാണെങ്കിൽ 23,000 രൂപയാണ് ഞാൻ മുടക്കിയത്. 40,000 രൂപ എനിക്ക് വരവ് വന്നിട്ടുണ്ട്. അപ്പം മോശമല്ലാത്ത സാധാരണ കൃഷിക്കാരെല്ലാം തന്നെ രാസവളങ്ങൾ വല്ലാണ്ട് ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ ഉപയോഗിക്കാറില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കൃഷിയെ സംബന്ധിച്ച് എൻ്റെ ഒരു അനുഭവം വെച്ച് പറയുമ്പോൾ ഉള്ളത്.
മനസ്സിന്റെ അഗാധ തലങ്ങളിൽ അനുഭൂതി പടർത്തിയ അനശ്വര ഗാനങ്ങളുമായി സലീഷിന്റെ സംഗീത വിരുന്ന്. മുഹമ്മദ് റാഫി, കിഷോർ കുമാർ, മുകേഷ് എന്നീ ഗായകരുടെ 37 ഗാനങ്ങൾ വീതം 111 ഗാനങ്ങൾ ഇടവേളയില്ലാതെ ആലപിച്ച് സലീഷ് ആസ്വാദക ഹൃദയങ്ങളിൽ പേജിറങ്ങി. മ്യൂസിക് ഹൈവേ അവതരിപ്പിച്ച സലീഷിന്റെ ഗാത്താ രഹേ 2 സംഗീത പ്രേമികളുടെ മനം കവർന്നു. പതിനൊന്ന് മണിക്കൂറിനുള്ളിൽ 111 ഗാനങ്ങൾ ഒരു കണ്ടത്തിൽ നിന്ന് തന്നെ പെയ്തിറങ്ങിയപ്പോൾ ആസ്വാദകർ കോരിത്തരിച്ചു. മുഹമ്മദ് റഫി, കിഷോർ കുമാർ, മുകേഷ് എന്നീ അനശ്വര ഗായകരുടെ നിത്യഹരിത ഗാനങ്ങളുമായി സലീഷ് ശ്യാം വിശ്വമാണ് നഗരത്തെ സംഗീത ലഹരിയിലാഴ്ത്തിയത്. വൈറ്റാമൈൻഡ് ഒരുക്കിയ ഗാത്താ രഹേ 2 സംഗീത പരിപാടിയിലാണ് സലീഷ് 111 ഗാനങ്ങൾ ഇടവേളയില്ലാതെ ആലപിച്ചത്. സംഗീത പരിപാടിക്ക് തിരഞ്ഞെടുത്ത തീയതിയും 11 മറ്റൊരു കൗതുകം. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയും നടൻ വിനോദ് കോവൂരും പരിപാടിയിൽ പങ്കെടുത്തു. പഴയ ഗാനങ്ങൾ മറന്നു തുടങ്ങുന്ന യുവാക്കളെ പാട്ടുകളുടെ സുവർണകാലത്തിലേക്ക് മടക്കിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് ഗാത്താ രഹേ ഒരുക്കിയത്. മുഹമ്മദ് റഫി, കിഷോർ കുമാർ, മുകേഷ് എന്നിവരുടെ 37 ഗാനങ്ങൾ വീതം സലീഷ് ആലപിച്ചു. സലീഷിനൊപ്പം ആലപിക്കാൻ റോഷ്നി രൂപേഷ്, ദൃശ്യ കൃഷ്ണ, ഏക്താ ഷാ, ശ്രീലക്ഷ്മി രാംദാസ് എന്നിവരും ഉണ്ടായിരുന്നു. സലീഷിന്റെ മാതാപിതാക്കളായ എം.എ. വിശ്വംഭരൻ, ശ്യാമ വിശ്വം, മ്യൂസിക് ഹൈവേ ബാൻഡ് സ്ഥാപകൻ സുരേഷ് പത്മനാഭൻ എന്നിവർ ചേർന്ന് പരിപാടിയുടെ ഭദ്രദീപം തെളിയിച്ചു. ഗാത്താ രഹേ സംഗീത പരിപാടി തിരുവനന്തപുരത്തും കൊച്ചിയിലും നടത്തുമെന്നും വൈറ്റാമൈൻഡ് സംഘാടകർ പറഞ്ഞു. വാർത്തകളിൽ ഇടവേള. Galaxy made of ABS material. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. വാർത്തകൾ തുടരുന്നു. മരുന്ന് വിതരണവുമായി ബന്ധപ്പെട്ട സർക്കാരിന്റെ ജനകീയ പദ്ധതിയിൽ ഫാർമസിസ്റ്റുകളെ ഉൾപ്പെടുത്തണമെന്ന് കേരള പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ KPPA ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. KK ലതിക MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സംഘടനയുടെ പുതിയ ഭാരവാഹികളെയും സമ്മേളനത്തിൽ തെരഞ്ഞെടുത്തു. കോഴിക്കോട്ട് അനുവദിച്ച ഔഷധ ഗുണനിലവാര പരിശോധനാ ലാബ് ഉടനെ പ്രവർത്തനം ആരംഭിക്കണമെന്ന് കേരള പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. ബജറ്റ് പ്രഖ്യാപന പ്രകാരം നഗരത്തിലെ 3 സ്ഥലങ്ങൾ കണ്ടെത്തിയെങ്കിലും തീരുമാനം നടപ്പായില്ല. ജില്ലയിലെ MP-മാരും MLA-മാരും ഇതിനായി പ്രവർത്തിക്കണമെന്നും സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. KK ലതിക MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് KM സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. INTUC ജില്ലാ പ്രസിഡന്റ് M രാജൻ, KGPA ജില്ലാ സെക്രട്ടറി MK പ്രേമാനന്ദൻ, KPPA സംസ്ഥാന പ്രസിഡന്റ് OC നവൻചന്ദ്, TP രാജീവൻ, ജയൻ കൊറോത്ത്, ഗലീലിയോ ജോർജ്, CK കരുണാകരൻ, NK ഷൈനി, P ഷറഫുനിസ, സെക്രട്ടറി M ജിജീഷ്, PM സുരേഷ് എന്നിവർ പ്രസംഗിച്ചു. പുതിയ ഭാരവാഹികളായി KM സുനിൽകുമാർ, M അമൃത, KC ഭാസ്കരൻ, M ജിജീഷ്, PM സുരേഷ്, K ലിബീഷ്, SD ലതീഷ് കുമാർ തുടങ്ങിയവരെ തെരഞ്ഞെടുത്തു. അമിത വേഗതയിലെത്തി അപകടമുണ്ടാക്കിയ ടിപ്പർ ഡ്രൈവറെ അറസ്റ്റ് ചെയ്യാത്ത പോലീസ് നിലപാടിൽ പ്രതിഷേധിച്ച് കർമ്മസമിതി പ്രക്ഷോഭത്തിലേക്ക്. പേരാമ്പ്ര മുളിയങ്ങലിൽ കഴിഞ്ഞ മാസം 25-ന് നടന്ന അപകടത്തിൽ 11 വയസ്സുകാരൻ മരണപ്പെടുകയും ഒരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. കോഴിക്കോട് പേരാമ്പ്ര മുളയങ്ങിലെ ടിപ്പർ അപകടത്തിലെ ഡ്രൈവറെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പ്രക്ഷോഭം ആരംഭിക്കുന്നു. ഇക്കഴിഞ്ഞ 25-ന് മുളയങ്ങലിൽ ടിപ്പർ ലോറി ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് പാഞ്ഞുകയറി മരിച്ച 11-കാരന്റെ നിർധന കുടുംബത്തിന് നീതി നിഷേധിക്കുന്നതായി ആക്ഷേപവുമുണ്ട്. അപകടം നടന്ന് 15 ദിവസം പിന്നിടുമ്പോഴും ഡ്രൈവറെ കസ്റ്റഡിയിലെടുക്കുവാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഇതോടെ കർമ്മസമിതിയുണ്ടാക്കി നാട്ടുകാരും പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ്. ബസ് കാത്തുനിൽക്കുന്നതിനിടെ പേരാമ്പ്ര നൊച്ചാട് മടത്തുപടിക്കൽ ബൈജുവിന്റെ മകൻ ഷൈൻലാലാണ് ടിപ്പർ ലോറി പാഞ്ഞുകയറി മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന ഷൈൻലാലിന്റെ അമ്മമ്മ ജാനുവിനും ഗുരുതരമായി പരിക്കേറ്റിരുന്നു. അപകടമുണ്ടാക്കിയ ടിപ്പർ ലോറി മുക്കം കോടഞ്ചേരി ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുള്ള കോറി മാഫിയുടേതാണെന്നും ഇവർക്ക് ഉന്നത രാഷ്ട്രീയ സ്വാധീനമുണ്ടെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. കഴിഞ്ഞ ദിവസം വരെ ടിപ്പർ ലോറി ഉടമസ്ഥൻ ഷൈൻലാലിന്റെ വീട്ടിലെത്തുകയോ എന്തെങ്കിലും തരത്തിലുള്ള സഹായമോ നൽകിയിരുന്നില്ല. ഇതിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ മുളയങ്ങലിൽ ടിപ്പർ ലോറികൾ തടഞ്ഞിരുന്നു. തുടർന്ന് ടിപ്പർ ലോറി ഓണേഴ്സ് അസോസിയേഷനും നാട്ടുകാരും പേരാമ്പ്ര SIയുടെ സാന്നിധ്യത്തിൽ ചർച്ച നടത്തിയാണ് സമരം പിൻവലിച്ചത്.
പിന്നീട് വിവിധ തലത്തിലുള്ള സമ്മർദ്ദത്തെ തുടർന്ന് അപകടമുണ്ടാക്കിയ ടിപ്പർ ലോറി ഉടമകൾ കഴിഞ്ഞ ദിവസം ഷൈൻലാലിന്റെ വീട്ടിലെത്തി 40,000 രൂപ കൈമാറി. എന്നാൽ പരിക്കേറ്റ ജാനുവിന്റെ ചികിത്സയ്ക്ക് പോലും ഈ തുക തികയില്ല. കുട്ടിയുടെ മൃതദേഹം സംസ്കരിക്കാൻ മറ്റു സ്ഥലമില്ലാത്തതിനാൽ വീട്ടുമുറ്റത്താണ് സംസ്കരിച്ചത്. ഡ്രൈവറുടെ മുക്കത്തെ വീട്ടിലും ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും ഇയാളെപ്പറ്റി വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ്. പിടികൂടാൻ കഴിഞ്ഞില്ലെന്നും പ്രതി ഒളിവിലാണെന്നുമാണ് പോലീസുകാർ പറയുന്നത്. പ്രതിയെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്താൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ. പേരൂത്ത് രാജീവിന്റെ രക്തസാക്ഷി ദിനത്തോടനുബന്ധിച്ച് ബേപ്പൂരിൽ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചു. പ്രകടനം, പൊതുസമ്മേളനം, നടുവട്ടം മാഹിയിലെ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന എന്നിവ നടന്നു. CPM ജില്ലാ സെക്രട്ടറി TP രാമകൃഷ്ണൻ, സെക്രട്ടേറിയറ്റ് അംഗം P മോഹനൻ എന്നിവർ പങ്കെടുത്തു. പേരൂത്ത് രാജീവിന്റെ രക്തസാക്ഷി ദിനത്തോടനുബന്ധിച്ച് CPIM ബേപ്പൂർ അരക്കണർ ലോക്കൽ കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചു. 1993 ജനുവരി 12-നാണ് രാജീവൻ കൊല്ലപ്പെട്ടത്. ചേനത്ത് സ്കൂൾ പരിസരത്തു നിന്നും മാത്തോടത്തേക്ക് പ്രകടനം നടന്നു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം P മോഹനൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ചരിത്രം അഭിമാനത്തോടെ രേഖപ്പെടുത്തിയിട്ടുള്ളത് സഖാവ് രാജീവന്റെ രക്തസാക്ഷിത്വത്തിലൂടെ ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ക്ഷീണിക്കുകയല്ല, പുറകോട്ടു പോവുകയല്ല, വർഗീയ ശക്തികൾക്കെതിരായ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടും പോരാട്ടവും ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് വരികയാണ് ചെയ്തിട്ടുള്ളത് എന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. ഇവിടെ പിന്നീട് നടന്ന ദൗർഭാഗ്യകരമായ മാറാട് സംഭവത്തിന്റെ എല്ലാം പശ്ചാത്തലം പരിശോധിക്കുന്നവർക്ക്, അതിനെ തുടർന്നുള്ള സംഭവഗതികളാണ് വിലയിരുത്തുന്നവർക്ക് PP ബീരൻകോയ അധ്യക്ഷം വഹിച്ചു. K രാജീവ്, KT ജലീൽ MLA, M ഗിരീഷ്, V ബാലകൃഷ്ണൻ, K മാനുക്കുട്ടൻ, M ചായച്ചുട്ടി, VKC മുഹമ്മദ് കോയ, KV ശിവദാസൻ, N സധു എന്നിവർ സംബന്ധിച്ചു. നടുവട്ടം മാഹിയിലെ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടന്നു. CPM ജില്ലാ സെക്രട്ടറി TP രാമകൃഷ്ണൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. വാളക്കട ബാലകൃഷ്ണൻ, M ഗിരീഷ്, N സധു, K രാജീവൻ എന്നിവർ സംബന്ധിച്ചു. പഞ്ചായത്തും നാട്ടുകാരും കൈകോർത്തതോടെ ഫറൂഖ് നല്ലൂർ നന്മണത്തുതാഴം പെരുമുഖം റോഡിന് ശാപമോക്ഷം. ഏറെക്കാലം അവഗണനയിലായിരുന്ന റോഡ് ജനകീയ കൂട്ടായ്മയിൽ കോൺക്രീറ്റ് ചെയ്തു യാത്രായോഗ്യമാക്കി. പഞ്ചായത്ത് പദ്ധതിയിൽ അനുവദിച്ച 1 ലക്ഷം രൂപയും നാട്ടുകാർ സമാഹരിച്ച 2 ലക്ഷം രൂപയും ഉപയോഗിച്ചായിരുന്നു നിർമ്മാണം. പുതുക്കുഴിപ്പാടം നന്മണത്ത് താഴത്തു നിന്ന് പെരുമുഖം വരെയുള്ള 250 മീറ്റർ പാതയിൽ 50 മീറ്ററോളം നേരത്തെ കോൺക്രീറ്റ് ചെയ്തിരുന്നു. ബാക്കി ഭാഗമത്രയും കുണ്ടും കുഴികളുമായി സഞ്ചാരം ദുഷ്കരമായപ്പോൾ മഴവില്ല് റെസിഡൻസ് അസോസിയേഷൻ പഞ്ചായത്തിന് നിവേദനം നൽകുകയുണ്ടായി. ഇത് പരിഗണിച്ച അധികൃതർ വാർഷിക പദ്ധതിയിൽ റോഡിന് ഫണ്ട് ഉൾപ്പെടുത്തി. പഞ്ചായത്ത് 10-15 വാർഡുകൾ അതിരിടുന്ന റോഡ് കോൺക്രീറ്റിംഗിന് 1 ലക്ഷം രൂപയായിരുന്നു പഞ്ചായത്ത് വകയിരുത്തിയത്. ഈ തുക ഉപയോഗിച്ച് 50 മീറ്ററിൽ താഴെ മാത്രമേ കോൺക്രീറ്റ് ചെയ്യാനാകൂവെന്ന സ്ഥിതിയായി. ഇക്കാര്യം അറിഞ്ഞ നാട്ടുകാർ കമ്മിറ്റി രൂപീകരിച്ച് നടത്തിയ പരിശ്രമമാണ് റോഡ് പൂർണ്ണമായും കോൺക്രീറ്റ് ചെയ്യാൻ സഹായകമായത്. പഞ്ചായത്ത് പദ്ധതി പ്രവൃത്തി ഏറ്റെടുത്ത ഗുണഭോക്തൃ കമ്മിറ്റി ബാക്കി തുക നാട്ടുകാരിൽ നിന്ന് സമാഹരിച്ചാണ് റോഡ് പൂർത്തീകരിച്ചത്. ഉയർന്ന പ്രദേശങ്ങളായ പെരുമുഖം, മുതുവാട്ടുപാറ പള്ളി, പനോളിപ്പറമ്പ് എന്നിവിടങ്ങളിൽ നിന്നുള്ള മഴവെള്ളം കുത്തിയൊലിച്ച് നന്മണത്തു താഴം റോഡിലൂടെയാണ് ഒഴുകുന്നത്. ഇതിനാൽ മണ്ണൊലിച്ച് റോഡ് വലിയ ഗർത്തങ്ങളായിരുന്നു. കുഴികളായ ഭാഗങ്ങൾ കല്ലിട്ട് ദൃഢപ്പെടുത്തിയ ശേഷമായിരുന്നു കോൺക്രീറ്റിംഗ്. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ N പ്രജല, വാർഡംഗം T റുബീന എന്നിവരുടെ നേതൃത്വത്തിൽ KC സജീന്ദ്രബാബു കൺവീനറും P സജി ജോയിന്റ് കൺവീനറും വാഴിക്കോടൻ ഷാജു ട്രഷററുമായ കമ്മിറ്റിയാണ് വികസന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത്. മഴവില്ല് റെസിഡൻസ് അസോസിയേഷൻ അംഗങ്ങൾ ഉൾപ്പെടെ പ്രദേശത്തെ 50ഓളം കുടുംബങ്ങൾ സാമൂഹിക വികസനത്തിൽ പങ്കാളികളായി. രാമനാട്ടുകര നിവേദിത വിദ്യാപീഠത്തിൽ നടന്ന ഭാരത വിദ്യാനികേതൻ 11ാം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കോഴിക്കോട് ജില്ല കിരീടം നേടി. സമാപന സമ്മേളനം മന്ത്രി ആര്യാടൻ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് ജില്ലാ ടീമിനുള്ള ട്രോഫി മന്ത്രി സമ്മാനിച്ചു. രാമനാട്ടുകര നിവേദിത വിദ്യാപീഠത്തിൽ നടന്ന ഭാരതീയ വിദ്യാനികേതൻ 11ാം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കോഴിക്കോട് ജില്ല കിരീടം ചൂടി. ആദ്യ ദിവസം മുതൽ ആധിപത്യം പുലർത്തിയത് കോഴിക്കോടായിരുന്നു. 608 പോയിന്റ് നേടിയാണ് ഓവറോൾ ചാമ്പ്യന്മാരായത്. UP വിഭാഗത്തിൽ 224 പോയിന്റ്, ഹൈസ്കൂൾ വിഭാഗത്തിൽ 384 പോയിന്റുമാണ് ജില്ല നേടിയത്. 508 പോയിന്റ് നേടിയ തൃശൂർ ജില്ലയാണ് 2ാം സ്ഥാനത്ത്. UP വിഭാഗത്തിൽ 204, ഹൈസ്കൂൾ വിഭാഗത്തിൽ 304 പോയിന്റാണ് തൃശൂർ നേടിയത്. 486 പോയിന്റ് നേടിയ പാലക്കാട് ജില്ലയാണ് 3ാം സ്ഥാനത്ത്. UP വിഭാഗത്തിൽ 192 പോയിന്റും ഹൈസ്കൂൾ വിഭാഗത്തിൽ 294 പോയിന്റുമാണ് പാലക്കാട് നേടിയത്.
കോട്ടയം 469, മലപ്പുറം 466, തിരുവനന്തപുരം 463, കാസർഗോഡ് 373, ആലപ്പുഴ 303, വയനാട് 266, എറണാകുളം 229, കണ്ണൂർ 207, ഇടുക്കി 207, പത്തനംതിട്ട 201, കൊല്ലം 93 എന്നിങ്ങനെയാണ് പോയിന്റ് നില. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 222 പോയിന്റുമായി കോഴിക്കോട് മലാപ്പറമ്പ് വേദവ്യാസ വിദ്യാലയം ഒന്നാം സ്ഥാനത്തെത്തി. 209 പോയിന്റുമായി പാലക്കാട് വ്യാസ വിദ്യാപീഠമാണ് രണ്ടാം സ്ഥാനം നേടിയത്. 119 പോയിന്റുമായി കോട്ടയം അരവിന്ദ വിദ്യാലയം മൂന്നാം സ്ഥാനം കരസ്ഥമാക്കി. സമാപന സമ്മേളനം മന്ത്രി ആര്യാടൻ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് ജില്ലാ ടീമിനുള്ള ട്രോഫി മന്ത്രി സമ്മാനിച്ചു. ഭാരതീയ വിദ്യാനികേതൻ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് എം മാധവൻ അധ്യക്ഷം വഹിച്ചു. വിദ്യാഭാരതി ദക്ഷിണ ക്ഷേത്രീയ അധ്യക്ഷൻ ഡോക്ടർ പി.കെ. മാധവൻ മുഖ്യപ്രഭാഷണം നടത്തി. 12ാം സംസ്ഥാന കലോത്സവം നടക്കുന്ന ആലപ്പുഴ ജില്ലാ പ്രതിനിധികൾ കലോത്സവ പതാക ഏറ്റുവാങ്ങി. എം മോഹനൻ മാസ്റ്റർ സ്വാഗതവും കെ.പി. ചന്ദ്രൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. Galaxy made of ABS material. My daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. വാർത്തകൾ തുടരുന്നു. ദേശീയ ഗെയിംസിന് ആവേശം പകർന്ന് കോസ്മോസ് പ്രൊഡക്ട്സിന്റെ ഓൾ സ്പോർട്സ് ആൻഡ് ഫിറ്റ്നസ് ഫെസ്റ്റിന് തുടക്കമായി. 50% ഡിസ്കൗണ്ടാണ് മേളയോടനുബന്ധിച്ചിട്ടുള്ളത്. നൈക്ക്, അഡിഡാസ്, ലിനിങ് തുടങ്ങി 70-ലധികം ഇന്റർനാഷണൽ ബ്രാൻഡ് ഉൽപ്പന്നങ്ങളാണ് ഇവിടെ വിൽപ്പനയ്ക്കുള്ളത്. മേള ഈ മാസം 31-ന് സമാപിക്കും. ഇന്ത്യയിലെ പ്രമുഖ മൾട്ടി ബ്രാൻഡഡ് സ്പോർട്സ് ആൻഡ് ഫിറ്റ്നസ് ഷോപ്പായ കോസ്മോസ് സ്പോർട്സിൽ ഓൾ സ്പോർട്സ് ആൻഡ് ഫിറ്റ്നസ് ഫെസ്റ്റിന് തുടക്കമായി. ഉപഭോക്താക്കളുടെ അഭിരുചികൾക്കനുസരിച്ച് തെരഞ്ഞെടുക്കുവാൻ നൈക്കി, അഡിഡാസ്, യൊനെക്സ് തുടങ്ങിയ 70-ലധികം ഇന്റർനാഷണൽ സ്പോർട്സ് ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങളും പ്രീകോർ, വിവ തുടങ്ങിയ ഫിറ്റ്നസ് ബ്രാൻഡുകളും മറ്റ് സ്പോർട്സ് അനുബന്ധ സേവനങ്ങളുമാണ് ഒരു കുടക്കീഴിൽ കോസ്മോസ് സ്പോർട്സ് അവതരിപ്പിക്കുന്നത്. സ്പോർട്സ് ഉപകരണങ്ങൾ സമ്മാനിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കും നിത്യജീവിതത്തിൽ ആവശ്യമായ ലൈഫ് സ്റ്റൈൽ ഉപകരണങ്ങൾ തേടുന്നവർക്കും അനുയോജ്യമായ കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഷോറൂമിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഫെസ്റ്റിനോടനുബന്ധിച്ച് കോസ്മോസ് സ്പോർട്സിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന തെരഞ്ഞെടുത്ത ഉൽപ്പന്നങ്ങൾക്ക് 50% വിലക്കിഴിവും ലഭിക്കും. ജനുവരി 5 മുതൽ 31 വരെ കോസ്മോസ് സ്പോർട്സിന്റെ എല്ലാ ഷോറൂമുകളിലും ഈ ഓഫറുകൾ ലഭ്യമാണ്. സ്പോർട്സ് ഉപകരണങ്ങൾ, ആക്സസറികൾ, സ്പോർട്സ് അപ്പാരൽസ്, സ്പോർട്സ് സൈക്കിൾസ്, ഫുട്വെയറുകൾ എന്നിങ്ങനെ സ്പോർട്സ് ആൻഡ് ഗെയിംസ് സംബന്ധമായ എല്ലാ ആവശ്യങ്ങളെയും തൃപ്തിപ്പെടുത്തുന്ന വിപുലമായ കളക്ഷനാണ് വിശാലമായ ഷോറൂമുകളിൽ കോസ്മോസ് ഓൾ സ്പോർട്സ് ആൻഡ് ഫിറ്റ്നസ് ഫെസ്റ്റ് കാഴ്ചവെക്കുന്നത്. ബജറ്റിന് ഇണങ്ങുന്ന വിലയിൽ ദേശീയ, അന്തർദേശീയ നിലവാരത്തിലുള്ള ബ്രാൻഡുകളാണ് ഫെസ്റ്റിന്റെ ആകർഷണം. ഫിറ്റ്നസ് ഫെസ്റ്റിനെ കുറിച്ച് കോസ്മോസ് മാനേജിംഗ് പാർട്ണർ നിസാർ. മെയിനായിട്ട് ചിൽഡ്രൻസിനും ലേഡീസിനും ഉപയോഗിക്കാവുന്ന ഉപകരണങ്ങളും വരെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിപ്പം തുടങ്ങിയിട്ട് കുറഞ്ഞ ദിവസങ്ങളായി. കഴിഞ്ഞ 5-ാം തീയതി മുതലാണ് തുടങ്ങിയത്. വരുന്ന 31 വരെയാണ് ഇതിൻ്റെ ഒരു പീരീഡ് വെച്ചത്. ഇതിനിടയിൽ തന്നെ നല്ല റെസ്പോൺസ് ആണ് നമുക്കിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ട്രെക്ക്, ജയന്റ്, ഫർഫോക്സ്, ആക്സിഡ് തുടങ്ങിയ ഇന്റർനാഷണൽ സൈക്കിൾ ബ്രാൻഡുകൾക്ക് പുറമെ ഹീറോ തുടങ്ങിയ പ്രമുഖ ഇന്ത്യൻ ബ്രാൻഡുകളും കോസ്മോസ് സ്പോർട്സിൽ ലഭ്യമാണ്. ഇതിനെല്ലാം പുറമെ സിന്തറ്റിക് ട്രാക്ക്, ഇൻഡോർ കോർട്ടുകൾ തുടങ്ങിയ സ്പോർട്സ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് രംഗത്തും കോസ്മോസ് സ്പോർട്സ് സുവ്യക്തമായ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു. കോസ്മോസ് സ്പോർട്സിന് നിലവിൽ കോഴിക്കോട്ടുള്ള 2 ഷോറൂമുകൾക്ക് പുറമെ കൊച്ചി, കോയമ്പത്തൂർ എന്നിവിടങ്ങളിലും ഷോറൂമുകളുണ്ട്. തിരുവനന്തപുരം, തൃശൂർ, മഞ്ചേരി എന്നിവിടങ്ങളിലും ഉടൻ തന്നെ ഷോറൂമുകൾ ആരംഭിക്കുമെന്ന് കോസ്മോസ് സ്പോർട്സ് അധികൃതർ അറിയിച്ചു. ഓൺലൈൻ സ്റ്റോർ മുഖേനയും പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇനി റെസിഡൻസ് അസോസിയേഷൻ വിശേഷങ്ങൾ. നടുവട്ടം ഈസ്റ്റ് റെസിഡൻസ് അസോസിയേഷൻ സെക്ഷൻ എയുടെ 6ാം വാർഷികം വിവിധ പരിപാടികളോടെ നടന്നു. കോഴിക്കോട് പാർലമെന്റ് അംഗം എം കെ രാഘവൻ ഉദ്ഘാടനം ചെയ്തു. ക്യാൻസർ കൊണ്ടും വൃക്കരോഗം കൊണ്ടും കേരളം നഷ്ടം ചെയ്യുകയാണ്.
എല്ലാവർക്കും രോഗമാണ്. എല്ലാ ദിവസവും പുതിയ പുതിയ ആശുപത്രികൾ വരികയാണ്. നിങ്ങൾ ആലോചിക്കണം, ആശുപത്രി വർദ്ധിക്കുന്നതോട് നമ്മൾ ആലോചിക്കുന്നത് രോഗം വർദ്ധിക്കുന്നുള്ളതാണ്. രോഗം കുറയുകയല്ല, രോഗം കുറയുകയാണ് വേണ്ടത്. രോഗം കുറയണമെങ്കിൽ അതനുസരിച്ച് നമുക്ക് ഇത്തരം കാര്യങ്ങൾ നമുക്ക് സ്വയം ചെയ്യാൻ സാധിക്കണം. നമ്മൾ സ്വയം ചെയ്യുക. ഒരു കൂട്ടായ്മയിലൂടെ നമുക്ക് കാർഷിക രംഗത്ത്, അതുപോലെ നേരത്തെ സൂചിപ്പിച്ച ഈ മാലിന്യ യുക്തമാക്കാനുള്ള കാര്യങ്ങളിൽ, ഇതിലെല്ലാം തന്നെ നമുക്ക് കുടിവെള്ള കാര്യത്തിൽ ഇവിടെ നിന്ന് നിങ്ങൾ തീരുമാനമെടുത്ത് നിങ്ങളുടെ വീടുകളിൽ നടപ്പിലാക്കാൻ സാധിക്കുമെങ്കിൽ അതായിരിക്കും നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഈ നാടിനോട് അതുപോലെ ജനങ്ങളോട് ജനങ്ങളുടെ ഏറ്റവും വലിയ കാര്യമെന്ന് വിശ്വസിക്കുന്ന ആളാണ്. അതുകൊണ്ട് നേര എ പ്രസിഡന്റ് എം മുസ്തഫ അധ്യക്ഷം വഹിച്ചു. നേര എ സെക്രട്ടറി പി പ്രേംകുമാർ, 55ാം ഡിവിഷൻ കൌൺസിലർ പി വി ഹൈദരലി, നേര ബി സെക്രട്ടറി പ്രേംരാജ്, നേര എ ജോയിന്റ് സെക്രട്ടറി യു എം ലുക്മാൻ, ദിനേഷ് എസ് നായർ എന്നിവർ സംസാരിച്ചു. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ട്രെയിനറും കൌൺസിലറുമായ ഡോക്ടർ പി കെ ബാലകൃഷ്ണൻ ക്ലാസ് എടുത്തു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. വാർത്തകൾ ചുരുക്കത്തിൽ. ട്രാക്ക് ട്രോമ കെയർ കോഴിക്കോടും കോഴിക്കോട് സിറ്റി പോലീസും സംയുക്തമായി ജനുവരി 11 മുതൽ 17 വരെ റോഡ് സുരക്ഷാ വാരം ആചരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി രാവിലെ 10 മണി മുതൽ 12 മണി വരെ KTC ഹുണ്ടായി ഷോറൂമിൽ വെച്ച് റോഡ് സുരക്ഷാ സംബന്ധമായി ക്വിസ് മത്സരം നടത്തി. വരും ദിവസങ്ങളിൽ 8-9 ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കായി പെയിന്റിംഗ് മത്സരം, ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ തെരുവ് നാടകം, ഫോട്ടോ വീഡിയോ പ്രദർശനങ്ങൾ തുടങ്ങിയവയും നടത്തും. ജയറാം ചിത്രപ്പറ്റയുടെ ചിത്രപ്രദർശനമായ സർക്കിളിസം ലവ് സീരീസ് കേരള ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ജനുവരി 17 മുതൽ 21 വരെ നടക്കും. സംവിധായകൻ VM വിനു ഉദ്ഘാടനം ചെയ്യും. എല്ലാ ചരാചരങ്ങളിലുമുള്ള വൃത്തഘടനയെ ആധാരമാക്കിയാണ് തന്റെ ചിത്രങ്ങൾ രചിച്ചിട്ടുള്ളതെന്ന് ചിത്രകാരൻ പറഞ്ഞു. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുസ്തകോത്സവം ഉദ്ഘാടനവും പുസ്തക പ്രകാശനങ്ങളും ജനുവരി 13 പോലീസ് ക്ലബ്ബ് ഹാളിൽ നടക്കും. 13 മുതൽ 21 വരെയാണ് പുസ്തകോത്സവം. ഹൃദയം ഒരു സംഗീതോപകരണമാണ്, മാപ്പിള സംഘകല, തിരുവാതിരക്കളി, അരങ്ങ്, അനുഷ്ഠാനം, പാട്ടുകൾ എന്നീ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തുകൊണ്ട് മന്ത്രി ഡോക്ടർ MK മുനീർ പുസ്തകോത്സവം ഉദ്ഘാടനം ചെയ്യും. ജനുവരി 18 ആർട്ട് ഓഫ് ലിവിംഗിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പമ്പ ശുചീകരണത്തിൽ എല്ലാ ജില്ലകളിൽ നിന്നുമായി 1500-ലധികം പ്രവർത്തകർ പങ്കെടുക്കുമെന്ന് ആർട്ട് ഓഫ് ലിവിംഗ് പ്രതിനിധികൾ പറഞ്ഞു. തീർത്ഥാടന കാലത്ത് ശുചീകരണ പ്രവർത്തികൾ നടന്നുവരികയാണ്. 160 ടണ്ണോളം മാലിന്യങ്ങൾ നീക്കം ചെയ്തതായും അവർ പറഞ്ഞു. പോലീസിന്റെ വഴുവഴുപ്പൻ സമീപനം കിസ് ഫോർ ലവിനെ വലിയ ക്രമസമാധാന പ്രശ്നമാക്കി മാറ്റിയെന്ന് മുൻ പോലീസ് സൂപ്രണ്ട് N സുഭാഷ് ബാബു പറഞ്ഞു. ചുംബന സമരം നടത്തേണ്ടവർക്ക് നടത്താമെന്നും എതിർക്കേണ്ടവർക്ക് എതിർക്കാമെന്നുമുള്ള അധികാരികളുടെ നിലപാട് ശരിയല്ല. ശരിയായ ചിന്തയും വിശകലനവും ഇക്കാര്യത്തിൽ ഉണ്ടാവണമെന്നും കിസ് ഓഫ് ലവ് പ്രതിരോധ മാർഗമായി സാമൂഹ്യവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ അത് സ്ഥിരമായി തടയാൻ പോലീസ് പീനൽ കോഡ് ആക്ടുകൾ പ്രകാരം നിയന്ത്രണവും നിരോധനവും ഏർപ്പെടുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഗുരുവായൂരപ്പൻ കോളേജ് അധ്യാപികയുടെ വീടിന് നേരെ നടന്ന അക്രമി സംഘത്തെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് SFI മാർച്ച്. എക്കാലവും മാതൃകയാവുന്ന പ്രവർത്തനങ്ങളാണ് മദർ തെരേസ കാഴ്ചവെച്ചതെന്ന് മന്ത്രി ആര്യാടൻ മുഹമ്മദ്. സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്നും പുറന്തള്ളപ്പെട്ടവർക്ക് മാനസിക ഉല്ലാസ ഉപാധികളുമായി പോലീസ് സേനാംഗങ്ങൾ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ, രോഗവിമുക്ത പാദങ്ങൾ.